നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല മട്ട അരി ചോറ് കൂട്ടി ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികൾ തന്നെ ഉണ്ടാകില്ല അല്ലേ? പക്ഷേ എല്ലാവർക്കും വിറകടുപ്പിൽ പാകത്തിന് വേവിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവുള്ള ഈ ഒരു കാലഘട്ടത്തിൽ കുക്കറിലാണ് പലരും വയ്ക്കാറുള്ളത്. കല്ലിച്ച് പോകുന്നു അല്ലെങ്കിൽ വെന്തു പോകുന്നു എന്നൊക്കെ ഒരുപാട് പരാതികളും നമ്മളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു കപ്പ് മട്ട അരി പാകത്തിന് എങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പാത്രമോ അല്ലെങ്കിൽ മൺചട്ടിയോ നമുക്ക് എടുക്കാം. ഒരു കപ്പ് മട്ട അരി അളന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. നല്ലോണം വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇത് കഴുകിയെടുക്കാം. 3-4 പ്രാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നിടം വരെ നല്ല വൃത്തിയാക്കി തന്നെ നമ്മളിതൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക അഴുക്കുകളെല്ലാം തന്നെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുതിർക്കാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള നമ്മളുടെ മട്ട അരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പം ഈ കുക്കറിനകത്ത് വേവുന്ന അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചും നമ്മൾ എടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചും ഈ അളവിൽ വ്യത്യാസമൊക്കെ വരും കേട്ടോ. ഇപ്പോൾ ഒരു കപ്പ് അരിക്ക് ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 4.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ വെള്ളം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈയിലേക്ക് മാറ്റിയതിന് ശേഷം 1 അല്ലെങ്കിൽ 2 വിസിൽ വരെ ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓരോ അരിയുടെ വേവിനനുസരിച്ച് ഇതിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന മട്ട അരി ഏതാണെങ്കിലും ഈ ഒരു രീതിക്ക് തന്നെ ചെയ്താൽ ശരിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വിസിലൊക്കെ അടുപ്പിച്ച് അതിന് ശേഷം ഇത് പ്രഷറൊക്കെ സെറ്റിലാവാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രഷർ സെറ്റിലായതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ദേ നമ്മുടെ മട്ട അരി നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല നമ്മൾ വിറകടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പം മട്ട അരി വേവുന്ന അതേ പാകത്തിന് തന്നെ നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാർത്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് വാർക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് വാർത്തെടുക്കാം. ഇല്ലെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്നത് ഇതുപോലൊരു സ്ട്രെയിനറിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മാറി നമുക്ക് റൈസ് മാത്രമായിട്ട് നമ്മുടെ ഈ പാത്രത്തിലേക്ക് കിട്ടും. അപ്പം ഇത് നമ്മളൊന്ന് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ നേരെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അടിഭാഗത്തുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് പമ്മാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന റൈസ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിറ്റേ ദിവസം ഒന്നെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ച് വാർത്തോ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ ആവി കയറ്റിയോ നമുക്ക് ഇത് റീയൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ പലർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് ഇതൊരു നല്ല ഉപകാരം തന്നെയാകും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോടൊന്ന് കൂട്ടുകൂടാനും മറന്നു പോകരുതേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.